ഒരു മുരടൻ ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ അല്ല എന്നാണ് എനിക്കും ഉള്ള ചെറിയ വ്യക്തിപരമായ അനുഭവത്തിന്റെ. ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന 5 കൊല്ലത്തിനിടയിൽ എന്റെ 3 വർഷത്തെ കാലം MP പാർലമെന്റ് സ്ഥാനം. അതുപോലെ തന്നെയാണ് അദ്ദേഹം ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്നപ്പോൾ ഞാൻ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു. ഈ 2 സന്ദർഭങ്ങളിലാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോഴൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന അഭിപ്രായം മാറിയിട്ടില്ല. ഇവർ ഒരു നല്ല മനുഷ്യനാണ്. അത് കൊച്ചുകുട്ടികളൊക്കെ ഇന്ന് TV-യിൽ പറയുന്നത് കേട്ടു. അവരുടെ ഒരു ഗ്രാൻഡ് ഫാദറിനെ പോലെ അടുപ്പത്തിൽ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നു, അദ്ദേഹം അവരോട് സംസാരിക്കുന്നു. ആ കൊച്ചുകുട്ടികളോട് പോലും സംസാരിക്കുന്നതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. അതിനേക്കാൾ ഒരു മുരട് സ്വഭാവമുള്ള എത്രയോ പേർ CPM-ൽ തന്നെ കേരളത്തിലുണ്ട്. അവിടെ ഒക്കെയുള്ള പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ആരോടും ചിരിക്കരുത്, തമാശ പറയരുത് എന്നൊക്കെയുള്ള ഒരു രീതിയാണ്. ആ കൺവെൻഷണൽ ക്ലാസിക്കൽ കമ്മ്യൂണിസ്റ്റ് ശൈലിയും രീതിയും ഭേദിച്ച് ചിരിക്കുന്നത് അച്യുതാനന്ദന്റെ നല്ല മനോഹരമായ ചിരിയാണ്. ചിരിച്ചാൽ നല്ല ചിരിയാണ്. അങ്ങനെ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിരിയാണ്. അങ്ങനെ ചിരിക്കുന്നതിന്, സംസാരിക്കുന്നതിന്, തമാശ പറയുന്നതിന് എല്ലാമുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പമാണ് ഗൗരവമായി കാർക്കശ്യഭാവത്തിൽ നിലപാട് സ്വീകരിക്കേണ്ട ഇടങ്ങളിലും സന്ദർഭങ്ങളിലും അദ്ദേഹം അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അത് അച്യുതാനന്ദനെ സംബന്ധിച്ച് വൈകാരികത ആരോടുമില്ല, ഒരു വിഷയത്തിലുമില്ല. ഞാൻ ഈ മഹാഭാരതത്തിലെ ധർമ്മപുത്രരുടെ സ്വർഗയാത്രയുണ്ട്. അദ്ദേഹം മുന്നോട്ട് പോകുന്നില്ല, അതിന് ലക്ഷ്യമുണ്ട്. കൂടെ വന്നവർ കൂടെ തന്നെ ഉണ്ടോ, ആരെല്ലാം വീണു, അതൊന്നും ധർമ്മപുത്രർക്ക് വിഷയമേ അല്ല. അതുപോലെയാണ് അച്യുതാനന്ദൻ. അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ട്, അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കൂടെ വന്നവരൊക്കെ കൂടെ തന്നെ ഉണ്ടോ, ആരെങ്കിലുമൊക്കെ വീണോ, അതൊന്നും അദ്ദേഹത്തിന്റെ ചിന്താ വിഷയമേ അല്ല. അതുകൊണ്ടാണ് ഈ VS ഗ്രൂപ്പ് എന്നൊക്കെ വലിയ ആക്ഷേപം നടക്കുമ്പോഴും VS-നോട് ചേർന്ന് നിന്നവർ അവരെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി, ഒരു കാര്യസാധ്യത്തിന് വേണ്ടി കൂടെ കൂടിയവരല്ല. അവർ അച്യുതാനന്ദന്റെ ഈ ലക്ഷ്യബോധത്തിൽ, നിഷ്കളങ്കമായ ഈ ലക്ഷ്യബോധത്തിൽ ആകൃഷ്ടരായി, ആ ആത്മാർത്ഥതയിൽ ആകൃഷ്ടരായി കൂടെ കൂടിയവരാണ്. അവരെ ഗ്രൂപ്പ് എന്ന് പേരിട്ട് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എന്തെങ്കിലും അത് സാധാരണ പലരും ചെയ്യുന്ന കാര്യം അതാണ്, എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ആളെ കൂട്ടുക എന്നുള്ളത്. അങ്ങനെയുള്ള രീതികളൊന്നും അച്യുതാനന്ദന് ഇല്ലായിരുന്നു. സാധാരണഗതിയിൽ അച്യുതാനന്ദന് എല്ലാവരും ആകൃഷ്ടരാകേണ്ട കാര്യം പോലും ഇല്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരു അത്ര മറ്റു പലരെയും കാണുന്ന ഈ കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, അങ്ങനെ ജനകീയനാകുക, അതൊന്നും ആയിരുന്നില്ലല്ലോ അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ ജനുവിനായി കാര്യങ്ങൾ കേട്ടിരുന്നു, പരാതിയുമായി വിഷമവുമായി വരുന്നവരെ ആശ്വസിപ്പിച്ചിരുന്നു. അതിനുള്ള യഥാർത്ഥ പരിഹാരം കാണേണ്ട രീതിയിൽ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു.